കെ മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നു. ദൃശ്യങ്ങളിലേക്ക്. ദുഃഖം അണപൊട്ടി ഒഴുകുന്ന കുടുംബാംഗങ്ങൾ ആ ഫ്ലക്സ് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞിട്ട് പോലും അവർ തയ്യാറായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഒരു വിദ്യാർത്ഥി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. ഞാൻ ആ വാചകം തന്നെ പറയുക, അത് ആത്മഹത്യയാണോ എന്താണെന്നറിയാം. ഏതായാലും അതിക്രൂരമായിട്ട് ആ കുട്ടിക്ക് പീഡനം ഏൽക്കേണ്ടി വന്നു. അപ്പോൾ സിദ്ധാർത്ഥൻ്റെ മരണത്തിനെ സംബന്ധിച്ച് വ്യക്തമായൊരു അന്വേഷണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരം UDF സമരമായിട്ട് മുന്നോട്ട് പോകും. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവൊക്കെ അക്കാര്യങ്ങൾ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സമരമാണ്. UDF MSF സമരരംഗത്തുണ്ട്. ഈ കാര്യത്തിനെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം സമൂഹത്തിന് ലഭിക്കണം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ആ കുട്ടിയെ അതിക്രൂരമായി പിച്ച് ചീന്തുകയാണ് ഉണ്ടായത്. അതിന് സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. കലാലയ രാഷ്ട്രീയത്തിൻ്റെ കുഴപ്പമില്ല. കലാലയങ്ങളിലാണെങ്കിലും രാജ്യത്താണെങ്കിലും ഒരു ശക്തമായ എതിരഭിപ്രായങ്ങളുള്ള പ്രസ്ഥാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അത് ഏകാധിപത്യത്തിലേക്ക് നയിക്കും. നമ്മുടെ ചില കോളേജുകൾ, എല്ലാ കോളേജിലൊന്നുമില്ല, ചില കോളേജുകളിൽ ചില വിദ്യാർത്ഥി സംഘടനകളുടെ ഏകാധിപത്യമാണ്. ഒരു ഉദാഹരണം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്. അത് ഏതാണ്ട് CPMൻ്റെ AKG സെൻറ്ററിനേക്കാൾ CPMൻ്റെ കേന്ദ്രമാണ്, SFIയുടെ പ്രവർത്തന മേഖലയാണ്. പണ്ട് കാലത്തെ പാരമ്പര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. എത്രയോ മഹാന്മാർ പഠിച്ച കോളേജാണത്. അതുപോലെ തന്നെയാണ് MG കോളേജ്, അവിടെ ABVPയുടെ ആധിപത്യം. ഇങ്ങനെയുള്ള ആധിപത്യങ്ങളാണ് തകരാറ്. അല്ലാതെ കലാലയ രാഷ്ട്രീയത്തിന് കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല. കലാലയങ്ങളിലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ഏകാധിപത്യവും മറ്റ് സംഘടനയിൽപ്പെട്ടവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതും, അതാണ് ഇതുപോലുള്ള കുഴപ്പങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. മറ്റൊന്ന്, ഏത് തരത്തിലുള്ള അന്വേഷണമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ? ഈ വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് അത് കുറച്ചുകൂടെ വിപുലമായിട്ട് കാര്യങ്ങൾ ആലോചിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണം. അതായിരിക്കും കുറേ കൂടി ഉചിതം. അല്ല, ഇത് ഞാൻ പറയാം, അവിടെ നടക്കുന്ന എല്ലാ തോന്നിവാസങ്ങളും പ്രിൻസിപ്പളിനും ഡീനും എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇത് ആ കുട്ടിയുടെ മരണം കാരണമാണ് യാഥാർത്ഥ്യം കുറേ പുറത്തു വന്നത്. ഇത് കുറേ കാലങ്ങളായിട്ട് അവിടെ നടക്കുന്നതാണ്. അവിടെ കുട്ടികളൊക്കെ ഭയന്നാണ് ഈ സംഘടനയിൽ അംഗത്വം കൊടുക്കുന്നത്. ഇപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞത് എന്താ, അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല, പൊളിറ്റിക്സിൽ താല്പര്യമില്ല. അതിപ്പോൾ ഇപ്പോഴത്തെ യങ് ജനറേഷനിൽ ചിലർക്കൊക്കെ താല്പര്യമില്ല, ചിലർ വോട്ട് ചെയ്യാൻ വരാറില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യാറില്ല, വോട്ട് ചെയ്യണം എന്നുള്ളൊരു ബോധവൽക്കരണം നടത്തുന്നില്ലേ? ഇപ്പോൾ ഇലക്ഷൻ കാലത്ത് നമ്മൾ നടത്തുന്നുണ്ടല്ലോ, സർക്കാർ തലത്തിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ നടത്തുന്നുണ്ടല്ലോ ബോധവൽക്കരണം. അത് ചിലരുടെ മനോഭാവമാണ്, അത് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ളവരുടെ ഡിമാൻഡ് കൊണ്ടാണല്ലോ ഇലക്ഷനിൽ നോട്ടയ്ക്ക്, എന്തുകൊണ്ടാണ് നോട്ട ഈ വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്താൻ കാരണം? അവർക്ക് ജനാധിപത്യത്തിനോട് വിരോധമില്ല, സ്ഥാനാർത്ഥികളോട് വിരോധമുണ്ട്. അല്ല, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നോട്ട സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയമായിട്ടുള്ള പാർട്ടികൾ ചേരാനുള്ള അവകാശം പോലെ തന്നെ ചേരാതിരിക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ സിദ്ധാർത്ഥൻ ചെയ്തത് എനിക്ക് ഇതിനോട് താല്പര്യമില്ല, അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയത്തിനോട് താല്പര്യമില്ല. അങ്ങനെയുള്ള കുട്ടീനെയാണ് ഏതാണ്ട് എല്ലാ തോന്നിയ അസുഖങ്ങളും. ഇനി ആ കുട്ടിയുടെ ശരീരത്തിലൊന്നും ബാക്കി വെച്ചിട്ടില്ല. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അത് ജീവൻ എന്താ പറയുക, ഇത്തിരി ജീവൻ ഉണ്ടായിരുന്നതാണ് അവസാനത്തെ ആത്മഹത്യ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ആത്മഹത്യയല്ല, എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക മാത്രമല്ല, ഇതുപോലുള്ള അന്തരീക്ഷങ്ങൾ ഒരു കോളേജിൽ ഇനി അനുവദിക്കാൻ പാടില്ല. കലാലയ രാഷ്ട്രീയത്തിന് ഞാൻ ഒരിക്കലും എതിരല്ല, പക്ഷേ രാഷ്ട്രീയത്തിൽ
ഒരു സംഘടനകൾക്ക് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. മറ്റൊന്ന് SFIയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണോ അങ്ങനെയാണോ താങ്കൾ പറയുന്നത്? അതെ, SFIയുടെ ആധിപത്യമുള്ള കോളേജാണത്. അവിടെ ഈ കുട്ടിക്ക് ഒന്നിനോടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ കുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചു, അത് മരണത്തിലേക്ക് നയിച്ചു എന്നാണ് രക്ഷിതാക്കളും പറയുന്നത്. അപ്പോൾ അവർ പറയുന്നതാണല്ലോ എൻ്റെ യാഥാർത്ഥ്യം. കാരണം ഇപ്പോൾ ഇനി ആ കുട്ടിയോട് ചോദിക്കാൻ നിർത്തിയില്ലല്ലോ. ഈ ലീഗിന് 3-ാം സീറ്റ് നൽകാതിരുന്നതേ കോൺഗ്രസിന്റെ RSS മനസ്സാണെന്നാണ് EP ജയരാജൻ പറഞ്ഞത്. EP ജയരാജൻ്റെ അതിന് ഇവർക്ക് കൊടുക്കാൻ എന്താ RJDക്ക് അവരാണ് ഇന്ത്യയിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളിൽ ഇന്ന് വരെ BJP ആയിട്ട് കോംപ്രമൈസ് ചെയ്യാത്തത്. ലാലു പ്രസാദും കോംപ്രമൈസ് ചെയ്തിട്ടില്ല, തേജസ്വി കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് കൊടുത്തില്ല? ഇത് അപ്പം അതവരുടെ ആഭ്യന്തര കാര്യം, ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യം. ഞങ്ങൾ ലീഗിൻ്റെ രാജ്യസഭാ സീറ്റ് ഞങ്ങൾ കൊടുക്കാൻ കാരണം എന്താ? അവർക്ക് 3 സീറ്റ് അവകാശം ഉണ്ടായിരുന്നു. പക്ഷേ സിറ്റിംഗ് MP മാരുള്ളതുകൊണ്ട് രാജ്യസഭയിൽ സിറ്റിംഗ് ഇല്ല. അതുകൊണ്ട് രാജ്യസഭ കൊടുത്തു. അവർക്കും സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ജയരാജൻ എന്തിനാ ദുഃഖിക്കുന്നതിനാ? അതുകൊണ്ട് പ്രചരണത്തിൽ പുതിയ തന്ത്രങ്ങൾ പയറ്റുകയാണ് CPM ഇപ്പോൾ കരുത്തോടെ അതെ, എന്ത് വയറ്റിയ കരീംഖാന്നാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ലീഗ് പറഞ്ഞത് പേരുമാറ്റം ദുരുദ്ദേശപരമാണ്, ന്യൂനപക്ഷം വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. കാരണം സഖാവ് ഇളമരം കരീം അന്തരങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇവർ മാറ്റി. അവരുടെ സഖാവൊക്കെ അവർ തന്നെ ഉപേക്ഷിച്ചല്ലോ. ആ പാർട്ടി ഇപ്പോൾ എനിക്കൊന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കോർപ്പറേറ്റ് പാർട്ടി കേരളത്തിലെ CPM ആണ്. ബാക്കി CPM ഗതിയില്ല മറ്റ് കേരളത്തിന് പുറത്ത്. ഇവിടെ ഒരു കോർപ്പറേറ്റ് പ്രസ്ഥാനമാണ് മാർക്സിസ്റ്റ് പാർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പഴയ സഖാവ് വിളികളൊക്കെ മാറ്റി ഇപ്പോൾ പേരിന് വിളിക്കുന്ന സഖാവ് മാത്രമേ ഉള്ളൂ. ഇപ്പം മുതലാളിത്ത പാർട്ടിയാണ്. അതുകൊണ്ട് പക്ഷേ എന്തായാലും ഇവിടെ ചിലവാവില്ല. അത് ചില സീറ്റുകളിൽ ചില ഒഴിവുകൾ എന്താ പറയേണ്ടത്, കമ്മ്യൂണൽ ബാലൻസും കൂടെ നോക്കി തീരുമാനിക്കണം. അല്ല, അത് ആലപ്പുഴയുള്ളവർക്കല്ലേ അറിയാൻ പറ്റൂ, എനിക്കറിയില്ലല്ലോ. എന്നോട് മത്സരിക്കണം എന്നുള്ള സൂചന നൽകി ഞാൻ മത്സരത്തിന് തയ്യാറെടുക്കും. ബാക്കിയുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. അതെനിക്കറിയില്ലല്ലോ. എന്നോട് മത്സരരംഗത്ത് ഉണ്ടാവണമെന്ന് സൂചന നൽകി ഞാൻ അതിൻ്റെ എല്ലാ വർക്കും നടത്തുന്നുണ്ട്. ഏതാ ഏത് ഭാഗത്തുനിന്നാണെങ്കിലും എനിക്ക് നിർദ്ദേശം മുന്നോട്ട് പോകാനാണ് നിർദ്ദേശം. സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം എത്ര ദിവസത്തിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? അത് വന്നാൽ ഞാനിപ്പോൾ വടകരയുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. അന്തിമ പട്ടിക എപ്പോഴാണ് വരിക വെച്ചാൽ വരട്ടെ. മത്സരിക്കാൻ പ്രയാസം അറിയിക്കുന്നവർക്ക് മാറാനുള്ള അവസരം കൊടുക്കേണ്ടതല്ലേ? അതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഏതായാലും എന്നോട് രംഗത്ത് നിൽക്കാൻ പറഞ്ഞു. കാരണം വടകരയിൽ ഇപ്പോൾ ആർക്കും മത്സരിക്കാൻ ഇപ്പോൾ താല്പര്യമില്ല. അതുകൊണ്ട് വടകരയ്ക്ക് വലിയ ഉഴുതും തള്ളൊന്നുമില്ല. ആർക്കും വേണ്ടാത്തതല്ല, അവിടെയൊക്കെ പൊരുതണമെങ്കിൽ കുറച്ച് മനക്കെട്ടി നല്ല ധൈര്യവും വേണം. എനിക്കത് രണ്ടും ഉണ്ട്. കാരണം അവിടെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പോരാട്ടം, അതായത് ഈ ശക്തമായിട്ടുള്ളൊരു പോരാട്ടം നടത്തിയാലേ വടകരയിൽ ജയിക്കാൻ കഴിയും. എനിക്കൊരു ധൈര്യക്കുറവില്ല, അതെനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും വടകര ആരും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നു. എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറാണോ? അതിൻ്റെ പരീക്ഷണം ഞങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങളുടെ ദൗർബല്യവും ഞങ്ങളുടെ ശക്തി എന്താണെന്ന് ഞങ്ങൾക്ക് കോൺഗ്രസ്സിനും അറിയാം, ലീഗിനും അറിയാം. അത് ഞങ്ങൾ 53 കൊല്ലത്തെ ബന്ധമാണ്. അങ്ങനത്തെ ഒരു ബന്ധം CPM-നില്ലല്ലോ. കോൺഗ്രസും ലീഗുമായിട്ട് സഖ്യം ഉണ്ടാക്കിയത് 1970. ആ സഖ്യം ഉണ്ടായിട്ട് ആ സഖ്യം ഇന്നേരെ ബ്രേക്ക് ഇല്ലാണ്ട് പോവുക. അതുപോലത്തെ ഒരു സഖ്യം ഇവർക്കുണ്ടോ? CPI ചെന്നിട്ട് എത്ര നാളെ, കുറേ കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? RJD ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ജനതാദൾ ഒരു ഘട്ടത്തിൽ കോൺഗ്രസുമായിട്ട് കേരളത്തിൽ സീറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. LDFൻ്റെ കൂടെയുള്ള ഏത് പാർട്ടിയാണ് അവരുടെ കൂടെ ഒരു 15 കൊല്ലത്തെ ബന്ധമുണ്ട്. ആകെ CPI ഇപ്പോൾ 80 പോയി. അതിനുശേഷമുള്ള ബന്ധമല്ലേ ഉള്ളൂ. അതിനിപ്പോൾ 10 കൊല്ലം ഞങ്ങളുടെ കൂടിയായിരുന്നു. CPI തന്നെ പറയാറുണ്ട്, ഞങ്ങൾ വന്നുകൊണ്ടാണ് 5 കൊല്ലത്തിലൊരിക്കലെങ്കിലും ഭരണം കിട്ടുന്നത് CPM-ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുള്ള ബന്ധം തുടങ്ങിയത് ജയരാജൻ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പേ തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ശക്തിയും
ദൗർബല്യവും ജയരാജനെ അളക്കാൻ ഞങ്ങൾ ആരും ചുമതലപ്പെടുത്തി. ഈ 3-ാം സീറ്റ് ചർച്ച ഈ അവസാന നിമിഷം വരെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. നേരത്തെ തന്നെ സെറ്റിൽ ചെയ്തിരുന്നു. ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺഗ്രസിന് മുമ്പിൽ ലീഗ് വഴങ്ങി എന്നൊക്കെ പറഞ്ഞ ലീഗ് പ്രവർത്തകർക്കിടയിൽ അങ്ങനത്തെ പ്രചരണമൊക്കെ ഉണ്ട്. അതിനുള്ളൊരു അവസരം ഒഴിവാക്കിവിടായിരുന്നു നേരത്തെ തന്നെ. അല്ല, അത് നേരത്തെയൊക്കെ പറയായിരുന്നു, നേരത്തെയൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്യായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പോൾ ഏതായാലും ഒക്കെ സെറ്റിൽ ചെയ്തു. ഇപ്പോൾ അതിന് ഒരു കുഴപ്പമില്ല. ഇല്ല, അതൊന്നും അങ്ങനെ വരുമൊന്നുമില്ല. ലീഗുകാരിക്കലും അങ്ങനെ വരില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭയവും ഞങ്ങൾക്കില്ല. അത്രയും വിശ്വാസമുണ്ട്. പിന്നെ ഈ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്ത പ്രതിസന്ധിയുണ്ട്. സാങ്കേതിക പ്രശ്നം എന്നാണ് ധനമന്ത്രി പറയുന്നത്. അതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ കോൺഗ്രസ് ഗവൺമെൻറ്റുകളുടെ കാര്യം പറയുന്നില്ല. സ്റ്റാലിൻ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ ശമ്പളം മുടങ്ങിയിട്ടില്ലല്ലോ അതുവരെ. അവിടെയും ഞെരുക്കുന്നില്ലേ? കർണാടകത്തിനും ഞെരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിനെ ഞെരുക്കുന്നുണ്ട്.